ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫ്ലവറിങ് ബൂസ്റ്ററിനെ കുറിച്ചാണ് കേട്ടോ. ഈ ബൂസ്റ്റിൻ്റെ കുപ്പി കണ്ട് നിങ്ങൾ വിചാരിക്കുകയൊന്നും വേണ്ട, ബൂസ്റ്റൊന്നുമല്ല. പഴയ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെയാണ് ഞാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വയ്ക്കുന്നത്. അപ്പം ഇത് 1-2 ആഴ്ചയായതാണ്. 2-3 ആഴ്ച, ഒരാഴ്ച 2 ആഴ്ച, ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ ചേർത്താണ് ഒഴിക്കുന്നത്. നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം. ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൽ മാക്സിമം എത്ര മിക്സ് ചെയ്യാൻ പറ്റുമോ നമുക്കൊരു അളവ് എടുത്ത് അങ്ങ് ഒഴിക്കുകയാണ്. ഈ ലിക്വിഡ് ഇത് നമ്മളെ ബയോ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് ചെടികൾക്ക് നാശമൊന്നും വരത്തില്ല. എന്നാൽ അതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. അതിങ്ങനെ ഒന്ന് എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചെടി ഉണങ്ങിപ്പോകും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലല്ല, കുറച്ച് വെള്ളത്തിൽ ഞാൻ 5 ml ഒക്കെ എടുത്തൊഴിച്ച് ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട്. അത് ഭയങ്കര വീര്യം കൂടിയ ഫെർട്ടിലൈസറാണ്. ഇതതുപോലെയല്ല. നമുക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിനനുസരിച്ച് അത് മിക്സ് ചെയ്ത് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട്. മഴക്കാലം ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. നല്ല ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇലകളുടെ അടിയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇലകളിലും തണ്ടിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതും നല്ലതാണ്. മഴയത്ത് നമ്മളധികം ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് മഴയൊന്നും തുടങ്ങിയിട്ടില്ല. ജൂൺ പകുതിയൊക്കെ കഴിയും നല്ല രീതിയിൽ മഴ തുടങ്ങാൻ. ഇന്നലെ വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുത്തതിനാൽ ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിലൊക്കെ നല്ല നനവുണ്ട്. അത് കാരണം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇത് എല്ലാത്തരം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റും ലിക്വിഡ് ഫെർട്ടിലൈസറും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ അഡീനിയം ചെടി ഒരുപാട് വർഷമായിട്ടും പൂക്കാതിരിക്കുന്ന ആ ചെടി കാരണം ഞാൻ കുറച്ച് കെമിക്കൽ വാങ്ങിയിട്ടുണ്ട്. അതും ഇതിനധികമൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. കാരണം പലരും പറയുന്നുണ്ട് വേഗം ഇതൊക്കെ ചീഞ്ഞു പോകും, ഈ കെമിക്കലൊക്കെ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ ചീഞ്ഞു പോകും എന്നൊക്കെ പറയാറുണ്ട്. അത് കാരണം ഞാൻ ഇതിനൊന്നും അധികം ഉപയോഗിക്കാറില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കാനും പേടിയാണ്. സ്പ്രേ ഒക്കെ ചെയ്ത് കഴിയുമ്പം എനിക്ക് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് സ്കിന്നിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മുഖത്തൊക്കെ സ്പ്രേ ചെയ്തപ്പോൾ അത് സ്പ്രേ ഇങ്ങനെ തെറിച്ച് വീണതാണോ എന്നറിയില്ല. അത് കാരണം എനിക്ക് അത് ഉപയോഗിക്കാനേ പേടിയാണ്. അപ്പം നമ്മൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിന് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ ചെമ്പരത്തിപ്പൂവുണ്ട്, ഉള്ളിത്തൊലിയുണ്ട്, പഴത്തിൻ്റെ തൊലിയുണ്ട്, പൊട്ടറ്റോ തൊലിയുണ്ട്, പിന്നെ മുട്ട. ഇതിത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് ഇങ്ങനെ തന്നെ ഇട്ടാലും ആകും, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടാൻ. അപ്പം ഞാനിത് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഈ ബോട്ടിൽ ഒഴിച്ച് വയ്ക്കും. അപ്പം പെട്ടെന്ന് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമല്ലോ. മുട്ടത്തോടൊക്കെ നമുക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ നല്ലത് തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം ഇത് കാരണം ഞാനിങ്ങനെ അരച്ചെടുക്കും. എല്ലാം കൂടെ അരച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ബോട്ടിലാക്കി വയ്ക്കും. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കാറുണ്ട്. അപ്പം ബാഡ് സ്മെല്ല് ഉണ്ടാകാറില്ല. കുറച്ച് ദിവസം ഇരിക്കുമ്പം ഏത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയാലും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടി ചേർക്കാറുണ്ട്. അപ്പം അതിന് സ്മെല്ലുണ്ടാകാറില്ല. ഇങ്ങനെയാണ് ഞാൻ എല്ലാ ലിക്വിഡ് ഫെർട്ടിലൈസറും ഉണ്ടാക്കുന്നത്. ജീവാമൃതം ഉണ്ടാക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ബോട്ടിലൊഴിച്ച് വെക്കുക. അപ്പം പിന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിക്കാൻ എടുക്കുന്ന സമയത്ത് അത് അരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലാതെ കടക്കായിട്ട് നല്ല കട്ടിയായിട്ട് അതിൽ വയ്ക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറച്ച് നല്ല വെള്ളം കൂടെ ചേർത്ത് വേണം അടച്ച് വയ്ക്കാൻ. പിന്നെ ചിലരൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ മുകളിൽ നമ്മുടെ തുണിയൊക്കെ ഇട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഞാനിങ്ങനെയാണ് അടച്ച് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.